സാർ, ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയൊക്കെ കൂടിയപ്പോൾ പിണറായി വിജയനെ ഭരണത്തിലെ വൈകല്യങ്ങളിൽ ആരും ഒന്നും പറഞ്ഞില്ല എന്നും ഇന്നലെ വി സിമാരുടെ നിയമനത്തിൽ ഡിജിറ്റലിലും സാങ്കേതികതയിലും അദ്ദേഹം ഗവർണറുടെ മുന്നിൽ തലകുനിച്ചതിനും പാർട്ടി അംഗങ്ങൾ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്രൂശിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വലിയ വാർത്തയായിട്ട് അടിക്കുന്നുണ്ട്. കാര്യം അവരുടെ ഈ കൊള്ളൂത്തുകാരായിട്ട് ഇവിടെ കുറേ റിപ്പോർട്ടർമാരുണ്ട്. ഇപ്പം മെയിൻ സ്ട്രീമിൽ അവരുടെ തന്നെ സ്വന്തം ആളായിട്ട് കുറേ റിപ്പോർട്ടർമാരുണ്ട്. അവരിൽ ഒരാളാണ് ഇന്ന് ഈ വാർത്ത അടിച്ചത്. അവരൊരാളല്ല, എല്ലാവരും ഇനിയിപ്പം അങ്ങ് അടിച്ചോളും. കാര്യം സംസ്ഥാന സമിതിയിൽ പിണറായിയെ എന്തർത്ഥമാണ് സാർ? തീരെഴുതി കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ആൾക്കാരെ ഇവർ തന്നെ ഒരു അടിസ്ഥാന തദ്ദേശ ഇലക്ഷന് മുമ്പ് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ സെറ്റപ്പ് ഇപ്പം അങ്ങ് ചെയ്തു. സാർ, ഞാൻ ആദ്യം ചോദിച്ചതിൻ്റെ കാര്യത്തിൽ മറുപടി കൂടെ സാർ പറയണം. എന്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിനാണ് ഇവർ ഈ കാണിക്കുന്ന നാടകം? ഇതൊരു ഉടമ്പടി ആയിരുന്നില്ലേ? അതായത് നമ്മൾ കാണാത്ത പല അന്തർധാരകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നടന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. എന്നോ തൂക്കിയെടുത്ത് ജയിലിലടയ്ക്കേണ്ട ഒരു കൊടും ക്രിമിനലാണ് പിണറായി വിജയൻ. ഏറ്റവും ചെറിയൊരു തെളിവ് ഞാൻ പറയാം. ഈ വടക്കാഞ്ചേരി പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി UAE നിന്നുള്ള ഒരു സർവീസ് സംഘടന, അതായത് പിന്നെ അവിടെ നിന്ന് പേര് മറന്നു എന്താവട്ടെ, അപ്പം അവർ 20 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. മലയാളി സമാജം പോലെ ഒരു സംഘടന അവിടെ അല്ല, റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന റെഡ് ക്രോസിന് സമാനമായിട്ടുള്ള സംഘടന 19 കോടി രൂപ കൊടുത്തു. ആ 19 കോടി രൂപ കൊടുത്ത സംഭവത്തിൽ നേരിട്ട് അത് ആർക്കാ വേണ്ടത്? ലൈഫ് മിഷനിലേക്കാണ് വരേണ്ടത്, പ്രത്യേക അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. ആ പണം വരുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഒരു യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിനാണ്. അങ്ങനെ വരാൻ നിയമമില്ല. അതെ. അപ്പം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം അങ്ങനെ വരാൻ പാടില്ലാത്ത കാര്യത്തിൽ തീരുമാനമെടുത്താരാ? പിണറായിയാണ്. എന്നിട്ട് ഇവർ ഓരോ കോടി പിണറായിൻ്റെ മകൾക്ക് ഇത്ര, പിണറായിക്ക് ഇത്ര, ശിവശങ്കർ ഇത്ര, സ്വപ്നയ്ക്ക് ഇത്ര. അതിൻ്റെ പേരിലാണ് സ്വപ്നയും ശിവശങ്കറും കുറേ കാലം ജയിലിൽ കിടന്നത്. ഇന്നേ വരെ ആ തീരുമാനമെടുത്ത പിണറായിയെ തൊട്ടിട്ടുണ്ടോ? പിണറായിയെ തൂക്കിയെടുക്കാൻ ഇതേപോലെ ശിവശങ്കറിനെ തൂക്കിയെടുത്ത് ജയിലിലിട്ട മാതിരി തൂക്കിയെടുക്കാൻ എല്ലാ തെളിവുകളും മുന്നിലുള്ളൊരു കേസാണത്. പിന്നെ CMRL കമ്പനിയുടെ ആ കേസ്, പിണറായിയുടെ മകളെയും അതേപോലെ പിണറായിയും ഒരുമിച്ച് പിടിച്ചകത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ കൈവശമുണ്ട്? EDൻ്റെ അടുത്തും അതേപോലെ CBIൻ്റെ അടുത്തും എല്ലാം ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സുപ്രീം കോടതി കിടക്കുന്ന ലാവ്ലിൻ കേസ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് 9 വർഷമായി ലാവ്ലിൻ കേസ് തൊടാത്തത്? കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനൊക്കെ കാരണം, അമിത്ഷായാണ് കാരണം. അപ്പോൾ ഇവിടെ ഒരു അന്തർധാര അന്നു മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. 9 വർഷമായി പിണറായി വിജയനെ ഇവിടെ ഭരണത്തിലിരുത്തിക്കുന്നത് അമിത്ഷായാണ്. എന്തിനാണ്? അവരുടെ സ്വപ്നമാണ് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരത്, കോൺഗ്രസ് ഇവിടെ വരരുത്, പകരം പിണറായി ഇരുന്നോട്ടെ, പിണറായി ഞങ്ങൾ പറയുന്ന പ്രേരണ ചെയ്തോളും എന്നുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതുപോലെ തൃശ്ശൂരും കോർപ്പറേഷൻ പിടിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു അമിത്ഷാ പറഞ്ഞിരുന്നത്. ആരോട്? പിണറായിനോട്. അതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ എവിടേക്ക് വരുത്തിച്ചത്? ഡൽഹിയിൽ അമിത്ഷായുടെ വീട്ടിലേക്ക് വരുത്തിച്ചത്. ഇതിന് ഇടനിലക്കാരൻ ആരാ അറിയോ? റോയൽ പിമ്പ് എന്ന് പറയുന്ന ആരാ അറിയോ? ബ്രിട്ടാസാണ് ഈ PMC പദ്ധതി കൊണ്ടുവന്നതെന്ന് പരസ്യമായി മന്ത്രി ലോകസഭയിൽ വിളിച്ചു പറഞ്ഞു. അയാൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഈ PMC പദ്ധതിയിലേക്കെതിരെ CPI എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആ പദ്ധതി അതേപടി ഓൾറെഡി അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന എന്തൊക്കെ മാനദണ്ഡങ്ങളാണത് പാലിച്ചുകൊണ്ടാണ് ഈ PMC പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ CPI പറഞ്ഞവരൊരു മണ്ണാങ്കട്ടി നടന്നിട്ടില്ല. തൽക്കാലം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാതിരി അല്ലാതെ CPIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയൻ അമിത്ഷാ പറഞ്ഞ പ്രകാരം അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന് കാരണം ഇവർ തമ്മിലുള്ള ഉടമ്പടി എല്ലാം തയ്യാറാക്കി അവിടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ബ്രിട്ടാസ് കൃത്യമായി അമിത്ഷായായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ അവിടെ പോകുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു, ഭീഷണിയായിരുന്നു. തിരുവനന്തപുരവും അതേപോലെ തൃശ്ശൂരും വിജയിപ്പിച്ചിരിക്കണം, നിങ്ങൾ എല്ലായിടത്തും വിജയിക്കേണ്ട. ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷനിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം വേണം. 26 വാർഡുകളിൽ
കൃത്യമായി CPM-ന്റെ വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് അവിടെ BJP വിജയിച്ചതിനോട് BJP-ക്കാരാണ് പറഞ്ഞത്. ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി. ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തിയല്ല, കൃത്യമായി അവർക്ക് എത്ര വോട്ടുകൾ വീതം മറച്ചു കൊടുത്തു. തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനൊക്കെ അങ്ങനെയാണ് പ്രവർത്തിച്ചത്. അങ്ങനെയാണ് രാധാകൃഷ്ണനും അതേപോലെ മറ്റേ ഇവിടെ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് ശ്രീകണ്ഠനൊക്കെ അത് അറിഞ്ഞിട്ട് മത്സരത്തിന് ഇറങ്ങിയത്. അവർ കൃത്യമായി വിളിച്ചു പറഞ്ഞു കടകംപള്ളി മത്സരിക്കാൻ പറഞ്ഞിട്ട് കടകംപള്ളി മാറ്റി ചവിട്ടി. അപ്പം ഈ വിധത്തിൽ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അവർ പിടിച്ചു കൊടുത്തു. കേരളത്തിലെല്ലായിടത്തും BJP-ക്ക് എങ്ങനെയാണ് വോട്ട് ഷെയർ ഉണ്ടായിരിക്കുന്നത്? എല്ലാ സ്ഥലത്തും കുത്തനെ ഇറങ്ങി. തൃശ്ശൂരിൽ അവർ തകർന്ന് തരിപ്പണമായി. കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റ് കിട്ടിയ ഇവിടെ തൃശ്ശൂരിൽ തകർന്ന് തരിപ്പണമായപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം എങ്ങനെ വിജയിച്ചു? തിരുവനന്തപുരത്തെ മറ്റു മുനിസിപ്പാലിറ്റിയിലെല്ലാം BJP താഴേക്ക് പോയി. അവിടെ ജില്ലാ പഞ്ചായത്തിലെങ്കിലും ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ടോ BJP? ഇല്ല. ആകെ വിജയിച്ചുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ്. ആ കോർപ്പറേഷനിൽ കൃത്യമായിട്ട് 26 സീറ്റിൽ അവർക്ക് 24 സീറ്റ് ഉറപ്പായിട്ട് ജയിക്കുക എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അതിലും വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. 26 സീറ്റിൽ കൃത്യമായി CPM-ന് വോട്ട് ചെയ്തിട്ടാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് ഈ ഇവിടെ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി കാര്യത്തിൽ ഗവർണറും തമ്മിലുള്ള അടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? പിണറായി വിജയൻ ഇന്നലെ വരെ എല്ലാവരും മുന്നിലും മുട്ടുമടക്കാതെ ഗവർണറെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞതായിരുന്ന ആൾ എന്തിനാണ് ഓടി കാൽക്കൽ വീണത്? ബ്രിട്ടാസിന് കൃത്യമായി അമിത്ഷാ പറഞ്ഞു മര്യാദയ്ക്ക് പിണറായിയോട് പോയി അവിടെ പോയി പറയുന്ന പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ മച്ചാനായി. ശിഷ തോമസിനെയും പിന്നെ അതേപോലെ സജി തോമസിനെയും നിയമിക്കാനുള്ള സജി ഗോപിനാഥിനെയും നിയമിക്കാനുള്ള VC ആക്കാനുള്ള തീരുമാനമായി. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഇവരെ നിയമിക്കാൻ തീരുമാനം. നേരത്തെ അനിൽകുമാർ ആയിരുന്ന ചാർജ് അദ്ദേഹത്തെ പഴയ ശാസ്താംകോട്ട കോളേജിലേക്ക് പ്രിൻസിപ്പാളായിട്ട് അങ്ങോട്ട് മടക്കി അയച്ചു. അത് നാണംകെട്ട രൂപത്തിൽ പിണറായി എന്തിനും തയ്യാറാണെന്നാണ് ഏത് കാല് നക്കാനും. ബ്രിട്ടീഷുകാരെ കാല് നക്കിയിട്ടുള്ള പല മുമ്പത്തെ അനുഭവങ്ങൾ പലരെ പറ്റി ഇപ്പോൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ചെരുപ്പ് നക്കിയായിട്ട്, ഗവർണറുടെ ചെരുപ്പ് നക്കിയായിട്ട്, അമിത്ഷായുടെ കാല് നക്കിയിട്ട് ആണ് പിണറായി വിജയൻ ഇപ്പോൾ നിൽക്കുന്നത്. പാർട്ടിയെ മൊത്തത്തിൽ തീറെഴുതി പിണറായി വിജയൻ ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? അമിത്ഷാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ പാർട്ടി തകർന്നാലും വേണ്ടില്ല, അവിടെ ആശയവുമില്ല, ഒന്നുമില്ല. ആപ്പാടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേസൊന്നുമല്ല, വളരെ ഗൗരവമുള്ള കേസുകളാണ്. ഏറ്റവും ചുരുങ്ങിയ 100 വർഷമെങ്കിലും ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പിണറായി വിജയൻ്റെ കൈവശം ഞാൻ കൊടുക്കാം. പിണറായിക്ക് BJP കൈവശം ഞാൻ കൊടുക്കാം. ഓരോന്നും എണ്ണിയിട്ട് ഞാൻ കൃത്യമായി തെളിവുകൾ കൊടുക്കാം. ലാവ്ലിൻ കേസിൽ വളരെ കൃത്യമായിട്ട് നടത്തിയ അഴിമതിയുടെ കൃത്യമായുള്ള രേഖയാണ് എൻ്റെ അടുത്തുള്ളത്. അത് ഞാൻ കൊടുത്തിട്ടാണല്ലോ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുള്ളത്. ഞാൻ CBIക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ടല്ലേ പ്രതിയാക്കിയിട്ടുള്ളത്. ഇത് അവിടുന്ന് കൊണ്ട് തുടങ്ങി ഇപ്പോൾ വരെ ശബരിമല ശാസ്താവിൻ്റെ കൊള്ളയടക്കം ചെയ്ത് ഇവരെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, മകൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, മകൻ നടത്തിയുള്ള തട്ടിപ്പുകൾ, ഭാര്യ നടത്തിയുള്ള തട്ടിപ്പുകൾ, ഈ തിരുട്ട് സംഘത്തെ പിടിച്ച് ജയിലടയ്ക്കാൻ നിമിഷങ്ങൾ മതി. അപ്പം അതിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിയാണ് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത്. മര്യാദയ്ക്ക് പോയി കാൽക്കൽ പിടിച്ചോ, ഗവർണർ കാല് പിടിച്ചോ, പറയുന്ന പ്രകാരം പ്രവർത്തിച്ചോ എന്നിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പിണറായി എന്ന് പറയുന്നത് കൊടും ക്രിമിനലാണ് സത്യത്തിൽ. ആ ക്രിമിനലിന് വേറെ വഴിയില്ല. അമിത്ഷാ പറയുന്ന ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി അടുത്ത നിയമസഭാ ഇലക്ഷനിലും ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനുള്ള പ്ലാനും അതേപോലെ BJPക്ക് 20 സീറ്റിൽ വിജയിപ്പിക്കാനുള്ള പ്ലാനാണ് കൊടുത്തിരിക്കുന്നത്. അമിത്ഷാ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടാസ് വഴി കൃത്യമായിട്ട്. ബ്രിട്ടാസ് എന്നാൽ ഞാൻ പറഞ്ഞത് തലസ്ഥാനത്തെ ഡൽഹിയിലെ റോയൽ പിമ്പാണ്. ആരുടെ? പിണറായിയുടെ റോയൽ പിമ്പായി പ്രവർത്തിക്കുന്ന ആളാണ്. മുമ്പ് MA ബേബി ഉള്ള സമയത്ത് അദ്ദേഹം പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് സ്വരലയുടെ ചായ കൊണ്ടുകൊടുക്കാനും കത്ത് കൊണ്ടുകൊടുക്കാനൊക്കെയുള്ള ഒരാളായിരുന്നു അവിടെ. എന്നിട്ട് അവിടെ വരുന്ന പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കലായിരുന്നു അവിടെ പണിയെന്ന് ഞാനല്ല പറഞ്ഞത്, ബെർലിൻ കുഞ്ഞൻ നായരാണ് പറഞ്ഞത്. അയാൾ മാതൃഭൂമിയുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന്, ആ ലേഖനം ശരിയാണെന്ന് MA ബേബി കോടതിയിൽ സമ്മതിച്ചിട്ടുമുണ്ട്. അതായത് ഈ ബ്രിട്ടാസിൻ്റെ പണി ഇതായിരുന്നു എന്നും MA ബേബിക്ക് ഇത്തരത്തിലുള്ള സംഗീതവും നൃത്തവുമായിട്ടുള്ള പെൺകുട്ടികളെ പലർക്കും കൂട്ടിക്കൊടുത്തിട്ടാണ് ഡൽഹിയിൽ നിന്നതെന്ന് പറയുന്നൊരു സംഭവം അദ്ദേഹത്തിന് അംഗീകരിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ല.
അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെയുള്ള ഒരാളായ അവിടെ തന്നെ പിമ്പായി പ്രവർത്തിച്ചിട്ടുള്ള ബ്രിട്ടാസ് ഇപ്പം പിണറായിൻ്റെ റോയൽ പിമ്പായി ഡൽഹിയിൽ പിണറായിയുടെ എല്ലാ കേസുകളും അട്ടിമറിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ MP ആക്കിയത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അയാളെ പ്രസംഗം കേട്ടാൽ നമ്മൾ എനിക്ക് എന്തോ വലിയ സംഭവമാണ്. ഒരു മണ്ണാങ്കട്ടിയല്ല, കാല് പിടിക്കലും കാല് കഴുകലും കാല് നക്കലുമാണ് പിണറായിക്ക് വേണ്ടി ഡൽഹിയിൽ പിണറായി ബ്രിട്ടാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM തകർന്നടിഞ്ഞപ്പോൾ ഇനി രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി അവിടുന്ന് അമിത്ഷാ പറയുന്ന പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പ്രവർത്തിച്ചാൽ BJP വോട്ട് ഷെയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഒരു അവർക്ക് വിജയിക്കാൻ പറ്റും, LDFന് വീണ്ടും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള കണക്കൂട്ടലാണ് നിൽക്കുന്നത്. അത് വേറെ പ്രശ്നമാണ്, അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഇതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത, അല്ലാതെ വേറെ ഒന്നല്ല. പിണറായി വിജയൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ പിണറായിയെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ ആരെ കൽപ്പിക്കാനാണ്, ആര് പിണറായി പറ്റി ചോദ്യം ചെയ്യാനാണ്? പിണറായി വിജയന്റെ കുറിച്ചൊന്നും പറയാനില്ല. പിണറായി വിജയൻ ആസനം നോക്കി നടക്കുന്നവരല്ല ഏതൊരുത്തനാ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുള്ളത്. തൻ്റെ ഇടത്തോടു കൂടി പിണറായി വിജയനോട് തൻ്റെ ഇടപൂർവ്വം പറയാൻ തൈരുള്ള ഒരുത്തൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റും ഇല്ല, സംസ്ഥാന കമ്മിറ്റിയിലും ഇല്ല. അവരെയൊക്കെ തന്നെ പലർക്കും അച്ചാരം കൊടുത്ത് അയാൾക്ക് കിട്ടുന്ന കോടാനുകോടി രൂപയിൽ ഓരോരുത്തരും വഴിയും കോടികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവരും കൂടെ പ്രതിയാക്കുന്ന രൂപകൾ എല്ലാവരെയും തെളിവുകൾ പിണറായിൻ്റെ കൈവശമുണ്ട്. അത് P ശശി എല്ലാത്തിനും വരട്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് P ശശിനെ നിർത്തിയിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട്. കാരണം എല്ലാവരും ചരിത്രം, എല്ലാവരും ചെയ്ത കുറ്റങ്ങൾ എല്ലാം പ്രധാനം. MV ഗോവിന്ദൻ്റെ മകൻ ശ്യാം നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പം അടുത്ത കാലത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പം MV ഗോവിന്ദൻ എന്ത് ചെയ്യും? MV ഗോവിന്ദൻ ഈ അടുത്ത MV ഗോവിന്ദൻ നേരെ പോയി ലണ്ടനിലും ഓസ്ട്രേലിയയും പോയതിനെ കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയന് വശമുണ്ട്. പിണറായി വിജയൻ നടത്തുന്ന ഹിമാലയൻ തട്ടിപ്പുകൾക്ക് മുമ്പിൽ ഇവർ നടത്തുന്ന ചെറിയ ചെറിയ തട്ടിപ്പുകൾ എൻ്റെ തെളിവുകൾ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. ഇവരെ പിടിച്ചകത്താക്കാൻ അത് മതി, അത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. പിണറായി വിജയൻ അവിടെ കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷിച്ചോളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ട്രാറ്റജി. BJP കച്ചവടം ചെയ്യുകയാണ് ആരെ? പിണറായിയെ. കാരണം പിണറായി മഹാകള്ളനാണെന്നുള്ള എല്ലാ രേഖകളും അവരെ കയ്യിലുള്ളതാണ്. പിണറായി അനുസരിച്ചേ പറ്റൂ. സർവകലാശാലയിൽ പോയിട്ട് അല്ല ഗവർണറുടെ അടുത്ത് പോയിട്ട് കാൽക്കൽ വീണേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല പിണറായിക്ക്. BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇവിടെ അധികാരത്തിൽ വരണം, അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ അവർ പിണറായി വഴി ചെയ്യുന്നു. അത് വിജയിക്കും. പിണറായി പാർട്ടിയെ തീരെഴുതി കൊടുക്കുന്നു. പാർട്ടി പൂർണ്ണമായിട്ട് തകർന്നാലും പിണറായിക്കൊരു മണ്ണാങ്കട്ടിയുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹവും രക്ഷപ്പെടണം, അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അജണ്ടയില്ല. അപ്പോൾ ആരെ വേണമെങ്കിലും അദ്ദേഹം ഒറ്റുകൊടുക്കും. പാർട്ടി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തിരുവനന്തപുരം ഇലക്ഷൻ. വേറെ എന്താ കൊടുക്കും? ഏതായാലും സാർ ഇതിൻ്റെ മറ്റ് കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഇനിയും ഇരിക്കാം ഈ വിഷയവുമായിട്ട്. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, തുറന്നിട്ടും ചർച്ച ചെയ്യാം.